നമുക്കൊരു തോണി യാത്ര പോയാലോ? ഇല ചെറുതാണ് കേട്ടോ. എന്ത് കളറേലയാ? ചെറിയൊരു യാത്ര. അതുമില്ല അച്ഛച്ച നമ്മളെ ആമിനെ കൂട്ടി നടക്കുവാണേ. പോവല്ലേ? ആമിക്ക് ഇങ്ങനെ നടക്കുമ്പോൾ എന്തൊക്കെയോ പറയണം. ആ കൂടെ ഞാൻ എന്തൊക്കെയോ ചോദിക്കും. ആ ദേവനെ പുഴു കടിക്കട്ടെ. ആ കാലിൽ പുഴു കടിക്കട്ടെ. ആ അവിടെ കാലിൽ കടിക്കട്ടെ. ആ വാവ്, അതാ അച്ഛച്ച അങ്ങോട്ട് പോയല്ലോ. നമ്മൾ പോവാ അങ്ങോട്ട്. ഈ വയലിൻ്റെ തൊട്ടപ്പുറത്താണ് പുഴ. എനിക്കിഷ്ടമാണ്. ഇപ്പോൾ നെൽകൃഷി ഇറക്കുന്ന സമയമാണ്. നെൽച്ചെടിയൊക്കെ നട്ട് വെച്ചിട്ടുണ്ട്. 2-3 ദിവസമായി നട്ട് വെച്ചിട്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്. പ്രത്യേകിച്ച് മഴ സമയത്ത് മഴയൊക്കെ പെയ്യുമ്പോൾ നല്ല ഭംഗിയാണ്. വെറുതെ ഇവിടെ വന്നിരിക്കാനായാലും. എൻ്റെ അച്ഛച്ച പോന്ന. ഹായ് ആമി നടക്കുവോ? വരമ്പത്തൂടെ നടക്കാൻ ഒരു പ്രത്യേക മുഴുവൻ ചളിയാണ്. ആമിക്ക് നടക്കാൻ ചെരുപ്പിൽ ചളിയാവുന്നിട്ട് ഭയങ്കര മടിയായിരുന്നു. പിന്നെ ചളിയിൽ കാല് കുത്തി കഴിഞ്ഞപ്പോൾ കയറാനും മടിയാണേ. നടന്നോ? അതല്ലേ അച്ഛച്ച അങ്ങ് പോയി. പശുവിനെ കണ്ടോ? അച്ഛച്ചി അങ്ങ് എത്തി കണ്ടോ? ആ അതാ പശു വരുന്നു. അമ്മയ്ക്ക് പേടിയുണ്ടോ പശുവിനെ? ചളിയാവോ? നടന്നോ? നടന്നോ? ചെരുപ്പിൽ ചളിയുണ്ടോ? അമ്മ കയ്യെ പിടിക്കാലോ. അമ്മ വീണ് പോയാലോ? ആമി പിടിക്കുവോ? അമ്മനെ പിടിക്കുവോ? അച്ഛച്ചി എവിടെ? ഹായ്, നമ്മളെ പുഴ കണ്ടോ? ഹായ് ആമി, പുഴ കണ്ടോ? അച്ഛച്ചി എവിടെ? നടന്ന് പുഴയെത്തി. അതാ അച്ഛച്ച. ഇന്നലെ നല്ല മഴയുണ്ടായിരുന്നു. ഇപ്പോൾ തോണിയിൽ അത്യാവശ്യം വെള്ളം ഉണ്ടായിരുന്നു. അച്ഛൻ ആ വെള്ളമൊക്കെ കോരി മാറ്റുക. അതാ അച്ഛച്ച തോണി കയറുന്ന കണ്ടോ? അച്ഛച്ചൻ്റെ കാലിൽ ചളിയുണ്ടല്ലോ. അച്ഛച്ചി എന്താ ചെയ്യുന്നേ? ആമി തുണിയിലെ വെള്ളം മാറ്റുന്നുണ്ടോ? കണ്ടോ? ആമി ആമി വരുന്ന താഴേക്ക് ഇറങ്ങുന്ന. അമ്മക്ക് പേടിയുണ്ടോ? വാവ്, ആമി തുണിയിൽ കയറിയിരുന്നേ. ഇനി അവൾക്ക് വെള്ളത്തിൽ കാലിടണം, വെള്ളം കൈയിട്ട് തെറിപ്പിക്കണം, അങ്ങനെയുള്ള ചില അവിടെ ഇരിക്കേ വികൃതികളൊക്കെ ഉണ്ട്. ശീലമായതുകൊണ്ട് തുണിയിൽ കയറുമ്പോൾ തന്നെ അവൾക്കത് ചെയ്യാൻ വേണം. എന്താ നമ്മളെങ്ങോട്ട് പോന്നേ? അമ്മി അമ്മമ്മേനെ കൂട്ടാനാ പോന്നേ അല്ലേ?
കാലിടല്ലേ, അമ്മ പിടിച്ചില്ല. പുഴ കാണാൻ എന്തൊരു ഭംഗിയാ. പുഴ കാണാൻ മാത്രമല്ല ഇങ്ങനെ തോണിയിൽ പോവാനും നല്ല രസമാണ്. മഴ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഞങ്ങൾ അങ്ങനെ നടക്കുന്നോ? വീട്ടിലേക്ക്